നമസ്കാരം. കൗൺസിലിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പെയിൻ തോന്നിയിട്ടുള്ള 2-3 സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു പെൺകുട്ടിയെ അവരുടെ വീട്ടുകാർ കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി പറയാണ്, എനിക്ക് ഈ വിവാഹ ജീവിതം വയ്യ. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, അതിന് തൊട്ട് മുമ്പ് മറ്റൊരു യുവാവുമായിട്ട് കുട്ടി പ്രണയത്തിലായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ കല്യാണം ഫിക്സ് ചെയ്തു. പക്ഷേ അയാൾ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട് കഴിഞ്ഞ ഉടനെ ഇനി ആ ദുഃഖത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവളുടെ ലൈഫ് പോകുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത ആളുമായിട്ടുള്ള എൻഗേജ്മെന്റ് അങ്ങ് നടത്തി. ആ കുട്ടിക്ക് ഒന്നും അതെന്താ നടക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ കല്യാണത്തോട് അടുത്തപ്പോഴത്തേക്ക് ഇവൾക്ക് വല്ലാത്തൊരു അങ്കലാപ്പും പേടിയും എല്ലാം കൂടെ വന്നിട്ട് ആ കുട്ടി അയാളെയും വിളിച്ചു പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, കല്യാണം പറ്റുന്നില്ല. അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് വയലന്റ് ആവാൻ തുടങ്ങി. നിനക്ക് നേരത്തെ അറിയാറുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അയാൾ ഈ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ ആദ്യം അയാളെയാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് കൊണ്ടുവരുന്നത്. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ അമ്മയോട് പറയാണ്, അതിനൊരു സമയം കൊടുക്കുക, കുട്ടിക്കൊരു സമയം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവരെൻ്റെ മുന്നിൽ നിന്നും അതിനെ വലിച്ചെടുത്തുകൊണ്ട് പോയി. കാരണം പറയുന്നത്, ഇത് നടക്കട്ടെ, കല്യാണം നടന്നിട്ട് പിന്നെ നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി, ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉച്ച സമയത്ത് ഫുഡ് ഇങ്ങനെ കഴിക്കാനായിട്ട് എടുത്തതാണ്. അതുവരെ എൻ്റെ ക്യാബിനിൽ കുട്ടികളുണ്ട്. ഫുഡ് കഴിക്കാൻ എടുത്തതും ഒരു പെൺകുട്ടി വാതിൽ തള്ളി തുറന്ന് എൻ്റെ മുന്നിൽ വന്നെങ്കിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുറേ നേരമായിട്ട് നോക്കുമ്പോഴൊക്കെ ഇവിടെ ആളുണ്ടായിരുന്നു, എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ ഇപ്പോൾ ടിഫിൻ അടച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താ മോള് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, അതിൻ്റെ അടുത്തൊരു ബന്ധു അതിനോട് വളരെ മര്യാദക്കേടായിട്ട് മോശമായിട്ട് പെരുമാറി. അപ്പം അതിന് ഇത്രയും വർഷം കഴിയുമ്പോഴും അയാൾ ആ വീട്ടിൽ വരികയും ഫാമിലിയുമായിട്ടൊക്കെ നന്നായിട്ട് മിങ്കിളിയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ആ ഭയവും ഇനി അതിൻ്റെ സിസ്റ്ററിനോട് മോശമായിട്ട് പെരുമാറുമോ എന്നുള്ളൊരു ആ ടെൻഷനും എല്ലാം കൂടെ താങ്ങാൻ പറ്റുന്നില്ല. 2 കാര്യങ്ങളാണല്ലോ. ഒന്ന്, ഇത് ആ വീട്ടുകാരെ അറിയിക്കണം എന്നുള്ളത്. 2, ഇനിയും ഒരു പെൺകുട്ടി അവിടെ ഉണ്ട്. അപ്പോൾ അയാൾ ഇത്രയും ഫ്രീ ആയിട്ട് ആ വീട്ടിൽ മിങ്കിൾ ചെയ്യാൻ അവകാശം കൊടുത്തിരിക്കുകയാണ് പാരൻസ്. അത്രയും അടുത്തൊരു ബന്ധുവാണ്. അപ്പം ഞാനതിൻ്റെ അച്ഛനും അമ്മയും വിളിച്ച് സംസാരിച്ചു. അച്ഛൻ മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. മോളെ നോക്കുമ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിന് ആ പെയിൻ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞത്, എന്തും പറയാനുള്ള റൈറ്റും സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ ഇവിടെ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? കൗൺസിലർ പറയേണ്ട അതിനു മാത്രം എന്താ ഇതിനകത്തിലുണ്ട്? അത് ഞങ്ങളോട് പറഞ്ഞാൽ പോരെ അവൾക്ക്. അപ്പോൾ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. മാഡം, എനിക്കൊരു മകളുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും കുട്ടികളുടെ അടുത്ത് സംസാരിക്കുകയും അവരെൻ്റെ അടുത്ത് ഓക്കെ ആണെങ്കിലും എൻ്റെ മകൾക്കൊരു പക്ഷേ ഞാൻ അമ്മ മാത്രമായിരിക്കും. അവൾക്ക് കംഫർട്ടബിൾ ആവുന്നത് ചില കാര്യങ്ങൾ പറയാൻ ഒരു കൗൺസിലറിനോടായിരിക്കും, അല്ലെങ്കിൽ ഒരു അധ്യാപികയോടായിരിക്കും. കൊള്ളാതെ എന്തിനാണ് ഇങ്ങനൊരു കാര്യം ഒരു കൗൺസിലിങ്ങിൽ വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അതായി അവരുടെ പ്രശ്നം. അവരാ കുട്ടിയെടുത്ത് ഒന്ന് സമാധാനത്തോടെ സംസാരിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചുപോയി. ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ മറ്റൊരു കേസിലും ഈ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ വീട്ടിൽ, അവരുടെ ഒരു വലിയൊരു ഫാമിലി സെറ്റപ്പും ഉദ്യോഗവും ഒക്കെയാണ്. അപ്പം അവരുടെ ഒരു പ്രശ്നം ഈ കുട്ടി പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, അതും ഒരമ്മയാണ് പറഞ്ഞൊരു കാര്യമാണ്, പിന്നെ അതൊന്നും കൗൺസിലറോട് പറയേണ്ട കാര്യമൊന്നും അല്ല. ഞങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്ക് ആരാണെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ ഉദ്യോഗം എന്താണെന്ന് എനിക്കറിയോ? അതുമാത്രമല്ല, ഇനി മേലിൽ എൻ്റെ മകൾ കൗൺസിലിംഗ് റൂമിൽ കയറിയെന്ന് ഞാൻ അറിയരുത്. നമുക്ക് ചർച്ച ചെയ്താലുണ്ടല്ലോ, ഒരു വാക്കിലോ ഒറ്റ ഇതിലോ നിർത്താൻ പറ്റില്ല. വളരെ ഡീപ്പായിട്ട് ഒരുപാട് അനലൈസ് ചെയ്യേണ്ട മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകളാണ്. അപ്പം പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്, ഒരു ട്രോമ കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒന്നും പറയണേ, ഇത് ഒന്നും മറക്കാൻ, കാലം ഇത്രയായില്ലേ, മറക്കാനൊന്ന് പറ. ഇതെന്തൊരു കഷ്ടമാണിത്, ജീവിതം മുന്നോട്ട് പോണ്ടേ. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞുകൊണ്ടായിരിക്കും കൗൺസിലിങ്ങിൽ ഞാൻ ചില കേസുകൾ പകുതി വഴിക്ക് ഉപേക്ഷിക്കാറുണ്ട്. കാരണം ക്ലയൻറ്റ് പേഴ്സണലി ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ആളുകളുടെ നിലപാടുകൾ ഇവരെ കൂടുതൽ പ്രശ്നത്തിലോട്ട് കൊണ്ട് ചാടിക്കും. കാരണം
മറക്കാൻ പറയും. ഇത് ഇത്ര നാളായി, ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഈ മറക്കുക പൊറുക്കുക എന്നൊക്കെ പറയുന്നത് അവനവൻ്റെ ഒരു സഹനത്തിൻ്റെ പാരമ്യം അനുസരിച്ചിരിക്കും. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണ്. സഹനത്തിൻ്റെ പാരമ്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണ്. മറക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യങ്ങളുണ്ടാവും ലൈഫിൽ. ഒട്ടും എത്ര ശ്രമിച്ചാലും മറക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അത് മറ്റൊരാൾക്ക് അത് തട്ടിക്കളഞ്ഞിട്ട് മുന്നോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു മറക്കാനും പൊറുക്കാനും പറ്റാത്ത അവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആത്മധൈര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വേറെ തലത്തിലൊരു പ്രോസസ്സാണ്. അതാണ് ഹീലിംഗ് എന്ന് പറയുന്നതിൻ്റെ തുടക്കം. അതായത് നമ്മൾ പല സന്ദർഭങ്ങളിലും പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ പിഴ എൻ്റെ മാത്രം വലിയ പിഴ എന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ചില പ്രശ്നങ്ങളെ നേരിടുന്നത്. എല്ലാ തെറ്റും എൻ്റെത്, എല്ലാ തെറ്റും ഞാനാണ് എന്നെ. അങ്ങനല്ല. നമ്മളോട് പൊറുക്കണം, മാപ്പാക്കണം. പിന്നെ നമുക്ക് പൊറുക്കാനും മറക്കാനും പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ചിലപ്പം ആ വ്യക്തികളോടോ ആ സിറ്റുവേഷനോടോ പൊറുക്കുകയോ മറക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം ചെയ്തു എന്ന് നമ്മൾ ധരിച്ചിട്ട് നമ്മളങ്ങ് ചുരുണ്ട് കൂടി കിടക്കും. അതിൻ്റെ ആവശ്യമില്ല. ധീരോടെ മുന്നോട്ട് പോകണം. അതിന് നമ്മൾക്ക് അങ്ങനെ കുറേ സന്ദർഭങ്ങളും അവസ്ഥകളും അവസരങ്ങളും വ്യക്തികളും ഒക്കെ അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമുക്ക് ഒരാളോട് എത്ര വൈരാഗ്യം വന്നാലും അവരോട് നമ്മളത് പ്രതികരിക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് സാധാരണ മനുഷ്യർ മാത്രമായതുകൊണ്ട്. അപ്പം കരയാം, നമുക്ക് സങ്കടങ്ങൾ പറയാം, എഴുതി തീർക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം. എന്നിട്ട് മുന്നോട്ട് പോകാനുള്ള വഴികൾ നോക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ചില സമയത്ത് ചില അവസ്ഥകളിൽ കൂട്ടത്തിൽ നിന്ന് നമുക്ക് പറക്കാൻ പറ്റത്തില്ല. നമുക്ക് വിജയിക്കണമെങ്കിൽ ഒറ്റയായിട്ട് മാറി നിന്ന് ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും. അതും ഒക്കെ ഒരു വഴികളാണ് അല്ലേ. അപ്പം നമുക്ക് എന്താ പറയുക, മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ഓരോ മനുഷ്യനും പ്രത്യേകം അവസ്ഥകളാണ്. ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേരും ഡിഫറെൻ്റ് ആയിരിക്കും. അമ്മയും അച്ഛനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കുട്ടിക്കൊരു ട്രോമ വരുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി മറന്ന് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നതിന് പകരം ആ ട്രോമയുടെ വലിപ്പം ഒന്ന് അംഗീകരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു സമയമുണ്ട്. ചിലപ്പം അതായത് എന്താ പറയുക, ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു ഒരു സൈക്കോളജിയിലൊരു എലമെൻ്റ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷനോട് സെൻസിറ്റിവിറ്റി ഇല്ലാതാക്കുക എന്ന് പറയും. അത് ഓവറായാലും ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ കുറേ മനസ്സിൻ്റെ അവസ്ഥാന്തരങ്ങളുണ്ട്. അതിനെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തൊരാൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ്, കാരണം പുസ്തകം കണ്ണിനകത്ത് വെച്ചാൽ നമുക്ക് അക്ഷരങ്ങൾ ക്ലിയർ ആവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും അടുത്തൊരാൾക്ക് നമ്മളെ മനസ്സിലാവില്ല. അവിടെയാണ് പലപ്പോഴും പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നത്.